നമസ്കാരം പ്രിയമുള്ളവരെ, മുസ്തഫ കുന്നത്ത്. വാറണ്ട് ഇല്ലാതെ പോലീസുകാരെ രാത്രി നമ്മുടെ വീട്ടിൽ വന്നാൽ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യം വാതിൽ തുറക്കാൻ ഓടിച്ചെല്ലരുത്. ശാന്തമായി ആരാണ് എന്ന് ചോദിക്കുക. പോലീസ് യൂണിഫോമിലാണെങ്കിൽ ഏത് സ്റ്റേഷനിൽ നിന്നാണ് എന്ന് ചോദിക്കുക. രാത്രി സമയത്ത് പെട്ടെന്ന് വാതിൽ തുറക്കുന്നത് നിങ്ങൾക്ക് അപകടകരമായ സാഹചര്യം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് വാതിൽ അടച്ച നിലയിൽ തന്നെ ജനാലയിലൂടെയോ മറ്റോ പോലീസാണെന്ന് തിരിച്ചറിഞ്ഞ് ഉറപ്പാക്കുക. പേര്, പദവി, ബാഡ്ജ് നമ്പർ എന്നെല്ലാം ചോദിക്കുന്നത് നമ്മുടെ അവകാശമാണ്. തുടർന്ന് വാറണ്ട് ഉണ്ടോ എന്ന് വ്യക്തമായി ചോദിക്കുക. വാറണ്ട് ഇല്ലെങ്കിൽ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രി വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. സാധാരണ സാഹചര്യങ്ങളിൽ വാറണ്ട് ഇല്ലാതെ രാത്രി വീട്ടിൽ കയറാൻ പോലീസിന് അധികാരമില്ല എന്ന് ഓർക്കുക. അത്യാവശ്യ സാഹചര്യങ്ങൾ മാത്രമാണ് ഇതിൽ വ്യത്യാസം വരുത്താവുന്നത്. അവർ അത്യാവശ്യ സാഹചര്യമാണ് എന്ന് പറയുന്നുവെങ്കിൽ അത് എന്താണെന്ന് വ്യക്തമായി പറയാൻ നമുക്ക് ആവശ്യപ്പെടാം. പിന്നീട് ഇത് നിയമപരമായി ചോദ്യം ചെയ്യാൻ നമുക്ക് സഹായകമാകും. വാതിൽ തുറക്കുന്നുണ്ടെങ്കിൽ പോലും അകത്ത് കയറാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് ശാന്തമായി അവരോട് പറയുക. ഞാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ക്ഷണിക്കുന്നില്ല എന്നത് നിയമപരമായി പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട വാക്കാണ്. സ്ത്രീകളുള്ള വീടാണെങ്കിൽ പ്രത്യേകിച്ച് രാത്രി സ്ത്രീ പോലീസ് ഇല്ലാതെ അകത്ത് കയറുന്നത് ഗുരുതരമായി ചോദ്യം ചെയ്യാവുന്നതുമാണ്. വീട്ടിൽ കയറുകയാണെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമേ അവർ നീങ്ങാവൂ എന്ന് വ്യക്തമാക്കുക. ഒറ്റയ്ക്ക് മുറികളിലേക്ക് പോകുന്നത് തടയാമെങ്കിലും കയ്യേറ്റം ചെയ്യരുത്. സമീപത്തുള്ള സ്വതന്ത്ര സാക്ഷികൾ, വീട്ടുകാർ, അയൽവാസികൾ എന്നിവർ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിയമം ലോക്കൽ വിറ്റ്നസ്സുകളെ ആവശ്യപ്പെടുന്നുണ്ട്. സാധിക്കുമെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഓഡിയോ റെക്കോർഡിംഗ് ആരംഭിക്കുക. നിങ്ങളുടെ സ്ഥലത്ത് പോലീസ് പ്രവർത്തനം റെക്കോർഡ് ചെയ്യുന്നത് ഒരു കുറ്റകരമല്ല. അവർ വീട്ടിൽ നിന്നും എന്തെങ്കിലും തിരയാൻ ശ്രമിക്കുകയാണെങ്കിൽ സെർച്ച് വാറണ്ട് ഇല്ലാതെ സെർച്ചിന് അനുവദിക്കുന്നില്ല എന്ന് വളരെ ശാന്തമായി അവരോട് പറയുക. എന്തെങ്കിലും വസ്തു എടുത്താൽ സീസർ മഹസർ അല്ലെങ്കിൽ പഞ്ചനാമ ചോദിക്കുക. ഇത് ഇല്ലെങ്കിൽ സീസർ നിയമവിരുദ്ധമായി മാറുന്നതാണ്. രേഖയിൽ നിങ്ങൾ ഒപ്പിടേണ്ടി വന്നാൽ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഒപ്പിടുക. ശരിയല്ലെങ്കിൽ ഒബ്ജക്ഷൻ നോട്ടഡ് എന്ന കുറിപ്പോടെ നിങ്ങൾക്ക് ഒപ്പിടാം. രാത്രി പരിശോധനയിൽ അപമാനകരമായ സംസാരമോ പെരുമാറ്റമോ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ടു പ്രൈവസി അല്ലെങ്കിൽ ഡിഗ്നിറ്റി എന്നിവയുടെ ലംഘനമാണ്. മെന്റലി അത് നോട്ട് ചെയ്യുക. വീട്ടിലെ CCTV ഉണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇത് പിന്നീട് ഏറ്റവും ശക്തമായ തെളിവായി നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിയും. അവർ നിങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ എന്ത് കേസിൽ എന്നും അറസ്റ്റ് ആണോ എന്നും ചോദിക്കുക. അറസ്റ്റ് ആണെങ്കിൽ കാരണം പറയുന്നത് അവരുടെ ബാധ്യതയാണ്. അറസ്റ്റ് അല്ലാതെ രാത്രി സ്റ്റേഷനിലേക്ക് വിളിക്കുന്നത് നിങ്ങൾക്ക് നിരസിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഞാൻ രാവിലെ ഹാജരാകും എന്ന് പറയാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് അവകാശമുണ്ട്. സംഭവത്തിന് ശേഷം സ്റ്റേഷൻ പേര്, ഉദ്യോഗസ്ഥരുടെ പേരുകൾ, സമയം എല്ലാം എഴുതി സൂക്ഷിക്കുക. അടുത്ത ദിവസം തന്നെ ജില്ലാ SP-ക്ക് എഴുത്തു പരാതി നൽകാവുന്നതാണ്. വാറണ്ടില്ലാത്ത രാത്രി സന്ദർശനം ഗുരുതരമായ വിഷയമാണ്. ആവശ്യമായാൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് എന്നിവർ മുമ്പാകെ പരാതി നൽകാവുന്നതാണ്. രാത്രി വീട്ടിലേക്കുള്ള അന്യായ ഇടപെടൽ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ നിയമത്തിൻ്റെ അജ്ഞതയാണ് മറ്റുള്ളവരുടെ നമുക്ക് മേൽ കുതിര കയറാനുള്ള ലൈസൻസ് ആയി മാറുന്നത്. നന്ദി, നമസ്കാരം.